തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും സാന്നിധ്യം അറിയിക്കാനുള്ള ഒരുക്കത്തിലാണ് ലീഗ് നിൽക്കുന്നത്. ഇത് UDF-ലും കോൺഗ്രസിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ മാത്രം തർക്കമില്ല. നിലവിൽ മലബാർ മേഖലകളിൽ ലീഗിന് സീറ്റുണ്ട്. ഈ നീക്കുപോക്കിലൂടെ ഇടുക്കി മുതൽക്ക് അങ്ങ് തലസ്ഥാനം വരെ ജില്ലകളിൽ ഓരോ നിയമസഭാ സീറ്റ് എന്ന ലക്ഷ്യം വെച്ചാണ് ലീഗ് നീങ്ങുന്നത്. അതിന് മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവശ്യങ്ങൾ ഒന്നൊന്നായി ലീഗ് നേടിയെടുക്കുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തിയുണ്ട്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ UDF-ൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കവേ മുസ്ലിം ലീഗിന് ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് നൽകാമെന്ന തീരുമാനവും UDF-ൽ വിവാദമുയർത്തുന്നുണ്ട്. മധ്യ കേരളത്തിൽ കാര്യമായ സ്വാധീനമില്ലാത്ത ലീഗിന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് സീറ്റ് നൽകുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉൾപ്പെടെ രംഗത്തെത്തി. ലീഗിന്റെ പിടിവാശിക്ക് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കുകയാണെന്ന് ഒരു വിഭാഗം ആരോപിച്ചു. ലീഗിന് അമിത പ്രാധാന്യം നൽകുകയാണെങ്കിൽ മുന്നണി വിടും എന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം നിൽക്കുന്നത്. 2 MLA-മാരും ഒരു MP-യുമാണ് ജോസഫ് വിഭാഗത്തിനുള്ളത്. അതേസമയം മലബാർ വിട്ട് മധ്യ കേരളത്തിലും കളം പിടിക്കാനുള്ള ലീഗിന്റെ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് കോട്ടയത്തെ മത്സരത്തെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. 25 വർഷങ്ങൾക്ക് മുൻപാണ് ലീഗിന് കോട്ടയത്ത് ഒരു സീറ്റ് ലഭിച്ചത്. അന്ന് എരുമേലിയിൽ പരാജയപ്പെട്ടതോടെ കോൺഗ്രസ് സീറ്റ് തിരിച്ചുപിടിച്ചു. പിന്നീട് ഏറെ കാലത്തിന് ശേഷമാണ് സീറ്റ് ആവശ്യവുമായി ലീഗ് രംഗത്തെത്തുന്നത്. കോട്ടയത്ത് UDF ഘടകകക്ഷികളിൽ കാര്യമായ സ്വാധീനമില്ലാത്ത ലീഗ് സീറ്റിന് വേണ്ടി പിടിവാശി പിടിച്ചത് കോൺഗ്രസിനെയും വെട്ടിലാക്കിയെന്ന് പറയാം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു സീറ്റ് നൽകാൻ കോൺഗ്രസ് ശ്രമം നടത്തിയെങ്കിലും ജോസഫ് വിഭാഗം എതിർക്കുന്നുണ്ട്. പിന്നീട് 4 സീറ്റിൽ തങ്ങൾ മത്സരിക്കുമെന്ന വെല്ലുവിളിയുമായി ലീഗ് രംഗത്തെത്തുകയായിരുന്നു. സംസ്ഥാന നേതൃത്വവും കോട്ടയം സീറ്റിനായി കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ലീഗുമായുള്ള പിണക്കം മലബാറിലെ മുന്നണി സമവാക്യങ്ങളിൽ വിള്ളൽ വീഴ്ത്തുമെന്ന കോൺഗ്രസിന്റെ ഭയം മൂലം ഒടുവിൽ ലീഗിന് വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഏത് സീറ്റ് നൽകണമെന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരുന്നുണ്ട്. നിലവിലെ ധാരണ അനുസരിച്ച് കോൺഗ്രസ് 14 സീറ്റിലും കേരള കോൺഗ്രസ് 8 സീറ്റിലും മുസ്ലിം ലീഗ് 1 സീറ്റിലും മത്സരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ചില സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിലും ചർച്ചകൾ തുടരുകയാണ്. മുണ്ടക്കയമോ എരുമേലിയോ വേണമെന്നാണ് ലീഗിന്റെ ആവശ്യമെങ്കിലും ഇത് അംഗീകരിച്ചിട്ടില്ല. കോട്ടയത്ത് സീറ്റ് വേണമെന്ന് പിടിവാശി പിടിക്കുന്ന ലീഗ് മലപ്പുറത്ത് കേരള കോൺഗ്രസിന് സീറ്റ് നൽകുമോ എന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായേക്കാവുന്ന ഒരു നീക്കമായിരിക്കും ലീഗിന്റെ ഈ മത്സരം. ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ലീഗ് സമ്മർദ്ദ ശക്തിയായി മധ്യ കേരളത്തിൽ സീറ്റ് ആവശ്യപ്പെടുമെന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. അതേസമയം പൊളിറ്റിക്കൽ ഇസ്ലാം കൂട്ടുകെട്ടിന്റെ ഭാഗമായാണ് ലീഗിന്റെ ഈ നീക്കത്തെ പലരും കാണുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും SDPI-യും മധ്യ കേരളത്തിൽ സ്വാധീനം സൃഷ്ടിക്കാൻ പല വഴികളും പയറ്റുന്നുണ്ട്. കേരള കോൺഗ്രസ് കോട്ടകളിൽ മുസ്ലിം വോട്ടുകളിലൂടെ വിള്ളൽ വീഴ്ത്താനാണ് നീക്കം. ഈ ഗ്രൂപ്പിനൊപ്പമാണ് ലീഗിന്റെ മത്സര ലക്ഷ്യവും കണക്കാക്കുന്നത് എന്നും ഈ ഘട്ടത്തിൽ പറയാം.